കുട്ടിക്കാലത്ത് വളർത്തിയെടുക്കുന്ന ശീലങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ഒരു കാര്യം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ജനിച്ചു വരുന്ന ഉടനെ നീ ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ സ്പേസ് സയൻറ്റിസ്റ്റ് ആവുക എന്നൊന്നും പറഞ്ഞല്ല വളർത്തേണ്ടത്. നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞ് വേണം വളർത്താൻ. ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോഴത്തെ ഏത് കാലം, അപ്പോൾ ആ സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ട്, അതേസമയം ഭയങ്കര ബഹുമാനമാണ്, സ്നേഹമാണ്. സാറന്മാർ തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അബ്യൂസ് ചെയ്യുന്നത് കുട്ടികളെ, അതൊക്കെ ഒരു വലിയ സങ്കടകരമാണ്. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് അല്ലേ, നമ്മുടെ കോൺസെപ്റ്റ് അതാണ്. ഒരു കുട്ടി ഒരു കാര്യം അവിടെ മനസ്സിലാക്കിയാൽ തുറന്ന് പറയാനുള്ള ഒരു ഭയമോ ഒന്നും പാടില്ല. തുറന്ന് വന്ന് പറയേണ്ടത് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ. അവിടെ അഥവാ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ തോന്നിയാൽ പിന്നെ പറയാൻ പറ്റുന്നത് ടീച്ചേഴ്സിനോടാണ്. ഇന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ അത് കേൾക്കാനോ ഇതിനുള്ള സൗകര്യം അവർക്കും ഇല്ല. കാരണം അവർക്ക് പേടിയാണ്. ടീച്ചേഴ്സ് നല്ല കൗൺസിലേഴ്സ് ആയിരിക്കണം. ആ കൗൺസിലേഴ്സ് ആണെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇത് വരും. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആരോട് പോയി എന്ത് പറയണം എന്ന് അറിഞ്ഞു. ഇപ്പോൾ ഒരു ഡ്രഗിന് അടിമയായ ഒരു കുട്ടിയുടെ ബിഹേവിയർ കണ്ട് വന്ന് പറയുമ്പോൾ സ്കൂളിൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്. ഇപ്പോൾ സ്കൂളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് വിജിലൻസ് ശരിക്കും പേരൻസ് ചെയ്യണം. ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ പേരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവരെയും ഇരുത്തിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ വേണം. ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റ്സ് ഇന്ന് എത്തി നിൽക്കുന്നത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നുകൊണ്ട് നമ്മുടെ കുട്ടികളെ എങ്ങനെ ആരോഗ്യപരമായി വളർത്തിയെടുക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നമുക്ക് ലതിക ചേച്ചിയായിട്ട് സംസാരിക്കാം. വെൽക്കം ടു ദ ഷോ. വെൽക്കം. ശരിക്കും നല്ലൊരു കാര്യമാണ് ഈ ചോദിച്ചത്. കാരണം ഈ വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. അധ്യാപകരും പേരൻസും കുട്ടികളും ഇവർ 3 പേരും ചേർന്ന ഈ 2 കൂട്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾക്ക് വളരെ എന്താ പറയുക മനസ്സമാനത്തോടെയും സന്തോഷത്തോടെയും പഠിക്കാൻ പറ്റുള്ളൂ, ജീവിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ കുട്ടിക്കാലം തൊട്ടേ ചൊട്ടയിലെ ശീലം ചൊട്ടല വരെ എന്ന് പറയും അല്ലേ. അപ്പം ഈ കുട്ടിക്കാലത്ത് വളർത്തിയെടുക്കുന്ന ശീലങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ഒരു കാര്യം ബിൽഡപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരിക്കലും ഒരു കുട്ടികളെയും നീ ജനിച്ചു വരുന്ന ഉടനെ നീ ഡോക്ടർ ആവുക, അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക, അല്ലെങ്കിൽ സ്പേസ് സയൻറ്റിസ്റ്റ് ആവുക എന്നൊന്നും പറഞ്ഞല്ല വളർത്തേണ്ടത്. നല്ല മനുഷ്യനാവുക എന്ന് പറഞ്ഞ് വേണം വളർത്താൻ. അപ്പോൾ അതിനാര് വേണം? നല്ല അധ്യാപകരും വേണം, നല്ല ടീച്ചേഴ്സും വേണം, നല്ല പേരൻസും വേണം. ഈ പേരൻസും ടീച്ചേഴ്സും തമ്മിൽ വളരെ ഒരു കോണ്ടാക്ട് വേണം. അവർ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. എന്നാൽ മാത്രമേ ഈ ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ ഒക്കുള്ളൂ. എല്ലാം ചേരണം. അതെ, സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് കുട്ടികൾ കൂടുതലും പകൽ സമയങ്ങൾ ചെലവഴിക്കുന്നത് അധ്യാപകരുടെ കൂടെയാണ്. അതുപോലെ ഒരു രക്ഷിതാവിനുള്ള തുല്യം പങ്ക് അവർക്കും ഉണ്ട് കുട്ടികളുടെ വളർച്ചയിൽ. കാരണം പലതും കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കുന്നത് ടീച്ചേഴ്സിൻ്റെയാണ്. അവരുടെ ഭാവം, അവരെങ്ങനെ പെരുമാറുന്നു, ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്കൊരു കാര്യമുള്ളത് അവർ പറഞ്ഞു കൊടുത്താൽ ഒന്നും ചെയ്യില്ല, കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ കണ്ടു വളരുന്നത് കൊണ്ടേ അവരത് കണ്ടു വേണം പഠിക്കാൻ, എന്നാലേ അത് കൊള്ളുള്ളൂ എന്ന് പറയും. മനസ്സിലായില്ല? അപ്പം കണ്ടത് കൊള്ളണമെങ്കിൽ നല്ലത് കാണിച്ചു കൊടുക്കണം. നമ്മൾ തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്വം പേരൻസിനും ഉണ്ട്, അതേപോലെ തന്നെ ടീച്ചേഴ്സും ഉണ്ട്. ഇപ്പോഴത്തെ ടീച്ചേഴ്സിനും മുൻപ് നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള അധ്യാപകരും ഇപ്പോഴത്തെ അധ്യാപകരും തമ്മിൽ കാലഘട്ടത്തിൻ്റെ മാറ്റമാവാം, ഒരുപാട് ലിമിറ്റേഷൻസ് ആണ് ഇപ്പോൾ കുട്ടികളുമായിട്ട് ഉണ്ടാവുന്നത്, ഇൻട്രാക്ഷൻസ്. അതെ, പണ്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ സ്കൂൾ എന്ന് പറയുമ്പോഴത്തെ ഏത് കാലം, അപ്പോൾ ആ സമയത്ത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയുണ്ട്, അതേസമയം ഭയങ്കര ബഹുമാനമാണ്, സ്നേഹമാണ്. അതാണ് അല്ലേ, നല്ല സ്നേഹമല്ലേ പണ്ട് നമുക്ക്. ഞാൻ സത്യം പറഞ്ഞ എൻ്റെ ചെറിയ സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന ടീച്ചറിനെ ഞാൻ ടീച്ചർ മരിക്കുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ വീട്ടിൽ പോയി കാണുമായിരുന്നു. കാര്യം നമ്മുടെ അമ്മമാർ നമ്മളെ എങ്ങനെയാണ് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് നമ്മളെ സ്വീകരിക്കുന്നത്, അതുപോലെയാണ് ടീച്ചർ എന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ടീച്ചറിൻ്റെ കാണിക്കുകയോ ഒക്കെ ചെയ്യും. അയ്യോ, ഇന്നത്തെ കാര്യം കഷ്ടമാണ്. ഞാൻ ഈ അടുത്തൊരു ടീച്ചറുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് കുട്ടികളുമായിട്ട് ഡിസ്റ്റൻസ് വെക്കണം. ഒരു ഡിസ്റ്റൻസിലെ കുട്ടികളെ വരുത്താവൂ. അടുത്ത് ഒരു ലിമിറ്റ് കഴിഞ്ഞ് അവിടെ അടുത്ത് വരാൻ പാടില്ല. കാരണം നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കാരണം ഒരുപാട് സ്കൂൾസിലും നമ്മൾ പല കഥകളും കേൾക്കുന്നുണ്ട്. സാറന്മാർ തന്നെ അല്ലെങ്കിൽ ടീച്ചേഴ്സ് അബ്യൂസ് ചെയ്യുന്നത് കുട്ടികളെ. അതൊക്കെ ഒരു വലിയ സങ്കടകരമാണ്. നമ്മൾ മാതാപിതാ ഗുരു ദൈവം എന്നാണ് അല്ലേ, നമ്മുടെ കോൺസെപ്റ്റ് അതാണ്. നമ്മളെ കുട്ടികളെ ഇൻസ്റ്റിൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? മാതാവ് കഴിഞ്ഞ പിതാവ്, പിതാവ് കഴിഞ്ഞ ഗുരു. ഇവരിൽ നിന്ന് വേണം പല കാര്യങ്ങളും നമ്മൾ പഠിക്കാൻ. അപ്പോൾ ഗുരു തെറ്റിയാൽ കുട്ടികൾ പതറിപ്പോവും. അതുപോലെ തന്നെ അച്ഛനും അമ്മയും. അപ്പോൾ പതറാതെ ഒരു ലോകത്തിലേക്കാണ് വേണം അവരെ കൊണ്ടുവരാൻ. ഇന്നിപ്പോൾ ഇങ്ങനെ വല്ലാത്തൊരു ലെവലിലോട്ട് മാറിപ്പോയി. നമുക്കറിയാം, നമുക്ക് തന്നെ അറിയാവുന്ന കാര്യം. ഗുരുക്കന്മാരെന്ത് ചെയ്യും?
അവരിൽ പല റെസ്ട്രിക്ഷൻസും വെച്ചിരിക്കുകയാണ്. പറഞ്ഞ കാര്യമാണ് അവർ പറയുന്നത്. ഒരു കുട്ടികളെ നമ്മൾ അടുത്ത് വരാൻ പാടില്ല. അപ്പോൾ അവിടെ വാത്സല്യം എന്നൊരു സംഭവം പോയി. ഫിസിക്കൽ ടച്ച് പാടില്ല, അടി അങ്ങനത്തെ ഒന്നും ഇല്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നു പല സ്കൂളുകളിലും ഈ PT ആണെങ്കിലും അതുപോലെ തന്നെ പല സംഘടനകളുടെയൊക്കെ ഇടപെടലുകളും ഒക്കെ കുറെ ഉണ്ട്. പോലുള്ള ഇപ്പൊ എന്താ അറിയാമോ, വളർത്തി കുറച്ച് വലുതാക്കുന്നു എന്നുള്ള അല്ല, സോഷ്യൽ മീഡിയ വഴി സോഷ്യൽ മീഡിയ വഴി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതെ അതെ അതിൽ നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്. എന്നാൽ ഈ കുഞ്ഞുങ്ങൾ ഇതിലെല്ലാം എക്സ്പോസ്ഡ് ആണ്. ഇത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് മനസ്സിലാക്കാനുള്ള പക്വതയും പാകവും അവർക്കായിട്ടില്ല. അപ്പോൾ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വളരെ അത്യാവശ്യമാണ്. ഇത് ഡിസ്കസ് ചെയ്യുന്ന ആരെടുത്ത്, ആരോട് പോയി ഇവർ ഡിസ്കസ് ചെയ്യും? അവിടെയാണ് പേരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും റോള് വരുന്നത്. ഒരു കുട്ടി ഒരു കാര്യം അവിടെ മനസ്സിലാക്കിയാൽ തുറന്ന് പറയാനുള്ള ഒരു ഭയമോ ഒന്നും പാടില്ല. തുറന്ന് വന്ന് പറയേണ്ടത് അച്ഛൻ്റെ അടുത്തോ അമ്മയുടെ അടുത്തോ. അവിടെ അഥവാ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ തോന്നിയാൽ പിന്നെ പറയാൻ പറ്റുന്നത് ടീച്ചേഴ്സിനോടാണ്. ഇന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞാൽ അത് കേൾക്കാനോ ഇതിനുള്ള സൗകര്യം അവർക്കും ഇല്ല. കാരണം അവർക്ക് പേടിയാണ്. എന്തെങ്കിലും ഒരു കാര്യം, ഇപ്പം വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ച ഒരു കാര്യം, അവർ പറഞ്ഞൊരു കാര്യം പറഞ്ഞത് കുറച്ച് അവരുടെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് മറ്റുള്ള കുട്ടികളെ പോലെയല്ല, അവർക്ക് റിസർവ്ഡ് ആയിട്ടൊക്കെ സംസാരിക്കും. ഈ കുട്ടി തുറന്നങ്ങ് സംസാരിക്കും. അപ്പോൾ വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ വീട്ടിൽ അച്ഛൻ വന്ന് കുടിക്കും, എൻ്റെ അമ്മയെ അടിക്കും, എന്നെ അടിക്കും, എന്നെ ഒരുപാട് അടിക്കാറുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ജോലി എന്താ പറയുമോ, ഇത് പോയി റിപ്പോർട്ട് ചെയ്യണം. ഇത് പോയി റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ടീച്ചേഴ്സിൻ്റെ പുറത്ത് നാളെ എന്തെങ്കിലും ഈ കുട്ടിക്ക് സംഭവിച്ചാൽ ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നെന്നും ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ ആക്ട് ചെയ്തില്ല എന്നും പറഞ്ഞ് പാവം ടീച്ചേഴ്സിൻ്റെ തലയിലിരിക്കും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ഈ ടീച്ചേഴ്സ് രണ്ടിൻ്റെ ഇടയിലാണ്. റിപ്പോർട്ട് ചെയ്യണോ, ചെയ്താൽ എന്താ പ്രശ്നം, ചെയ്തില്ലെങ്കിൽ അതെന്താ പ്രശ്നം. ഇങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് അവർ. ഈ വീട്ടിൽ നടന്ന സംഭവം അങ്ങനെ വന്ന് പറഞ്ഞു. എന്നാൽ ഈ വീട്ടിൽ സംഭവം നടക്കുമ്പോൾ ഈ കുഞ്ഞിത് കാണുന്നുണ്ടെന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ നാളെ ഈ കുട്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഈ പേരൻസ് ശ്രദ്ധിക്കുന്നില്ല. അവരവരുടേതായ ലോകത്തങ്ങ് നിൽക്കുകയാണ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കൗൺസിലിംഗ്. ടീച്ചേഴ്സ് നല്ല കൗൺസിലേഴ്സ് ആയിരിക്കണം. കൗൺസിലേഴ്സ് ആണെങ്കിൽ അവരത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ഇത് വരും. ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ആരോട് പോയി എന്ത് പറയണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ കേൾക്കാനില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? കൂടെ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള കുട്ടികളോ അടുത്ത് പോകും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്ന് അവർ ഗൈഡ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഇന്ന് ഗൈഡ് ചെയ്യേണ്ട ആ കുട്ടികൾ പോലും ഒരു രക്ഷയില്ലാതിരിക്കണം. കാരണം അവർ ഇത് പലതും കണ്ട് എന്താണ് ജീവിതം എന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് പെടുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നത് ഡ്രഗ് ആൾക്കാർ, ഡ്രഗ് പെഡ്ലേഴ്സ് ടാർഗറ്റ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെയാണ്. സോഫ്റ്റ് ആയിട്ടുള്ള പ്രായത്തിലുള്ള കുട്ടികൾ പോലും ഇതിന് അഡിക്റ്റഡ് ആവുകയാണ്. അപ്പം ഇത് ശ്രദ്ധിക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളിലുള്ള ഭാവമാറ്റം ആര് കാണണം? പേരൻസ് കണ്ട് മനസ്സിലാക്കണം, അല്ലെങ്കിൽ ടീച്ചേഴ്സ് കണ്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടും വരാതെ വരുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു വല്ലാത്തൊരു ജനതയെ നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇതെങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളത് നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇപ്പം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു അമ്മുമ്മ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അമ്മ എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ പേടിയാണ്. കാര്യം ഇപ്പം ഒരു ടീച്ചർ അടിക്കുവാണെങ്കിൽ ചിലപ്പം എന്തെങ്കിലും കുറ്റം ഉണ്ടായിട്ടായിരിക്കും അടിക്കുന്നത്. തീർച്ചയായും അത് ചെന്ന് വീട്ടിൽ പറയുകയാണെങ്കിൽ പേരൻസ് വന്ന് ടീച്ചേഴ്സിനാണ് വഴക്ക് പറയുന്നത്. ആ ഒരു അവസ്ഥ എന്താന്ന് ചോദിക്കുന്നില്ല. എന്തിനാണ് എന്റെ കുട്ടി അടിച്ചത്? എന്ത് അധികാരം വളർന്നവരാണ് നമ്മൾ. 7-8 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടിയൊക്കെ ഇപ്പോഴും കയ്യിൽ മൊബൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ ആ കുട്ടി വേണമെങ്കിൽ ഒരു ലൈവ് പോവാൻ, ടീച്ചർ എന്നെ അടിച്ചു, അതിന്റെ റീസൺ എന്താന്ന് പോലും ആരും അന്വേഷിക്കണമെന്നില്ല. സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കും. പിന്നെ അതുപോലെ തന്നെ പേരൻസിനോട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കാരണം ചിലപ്പോൾ അവര് അന്വേഷിക്കുക പോലുമില്ല. ടീച്ചറിന്റെ അടുത്തായിരിക്കും അവർ വന്ന് ചോദിക്കുന്നത്. പിന്നെ അത് പലരും ഏറ്റെടുക്കും. അതൊരു വലിയ വിഷയമായി മാറും. ഞാൻ ആലോചിക്കുന്നത് അതല്ല, നമ്മളും ഇതുപോലൊരു എന്താ പറയാ, ടീച്ചേഴ്സിൻ്റെ അടിയൊക്കെ ഒരുപാട് കൊണ്ട് നമ്മൾ വന്നതാണ്. നമ്മൾ വീട്ടിൽ പോയി പറയുകയാണെങ്കിൽ നമ്മുടെ രക്ഷാർത്ഥികൾ എന്താ പറയണം, നിനക്ക് 2 കിട്ടിയോളൂ, ഒന്നുകൂടെ കിട്ടണമായിരുന്നു എന്നല്ലേ പറയാ. അപ്പൊ ഇപ്പം എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വ്യാപകമായിട്ട് ഈ ഒരു രീതിയിൽ അത് ഒരുപാട് കുട്ടികളെയും ടീച്ചേഴ്സിനെയും തമ്മിൽ അടുപ്പിക്കാത്തൊരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പേരൻസിന് റെസ്പോൺസിബിലിറ്റി, അവർ ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും ജോലി ചെയ്യുന്നവരാണ്. അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ പണി കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കായിരിക്കും ഈ കുഞ്ഞ് വന്ന് കംപ്ലൈൻറ്റ് പറയുമ്പോൾ അവരുടെ ആദ്യത്തെ ഇത് ദേഷ്യമാണ്. അങ്ങനെ പോയിട്ട് പ്രൊട്ടക്ഷൻ ആയിരിക്കാം. കാരണം നമ്മുടെ അച്ഛനും അമ്മയ്ക്ക് സ്നേഹം ഇല്ല എന്ന് പറയുന്നത് ഒരിക്കലല്ല. പണ്ടത്തെ ഇത് അങ്ങനെയായിരുന്നു. സ്പെയർ ദ റോഡ് ആൻഡ് സ്പോയിൽ ദ ചൈൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ആശയമായിരുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത്. അതായത് വടി ഒഴിവാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടയാളമൊക്കെ കിടന്നാൽ പോലും മൈൻഡ് പോലും ചെയ്യില്ല. കിട്ടേണ്ടതായിരുന്നു എന്ന് പറയും. അന്ന് ഗുരുക്കന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാനം വേറെയായിരുന്നു. ഇന്നിപ്പോൾ എന്ത് പറ്റി? ടീച്ചേഴ്സിനെ റെസ്ട്രിക്റ്റ് ചെയ്ത്
അതിനും ഒരു കാരണമുണ്ട്. കാരണം പല ടീച്ചേഴ്സ് അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് കൈ അടിച്ചിട്ട് കണ്ണു പോയ കേസ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കുട്ടിയെ കുഞ്ഞു ക്ലാസ്സിലെ കുട്ടിയെ പറയുന്നതിന് പകരം അടിച്ച് പഠിപ്പിക്കുക, അതൊന്നും പാടില്ല. അതൊക്കെ ചെയ്യേണ്ട ഒരു കാലത്ത്. അതുപോലെ മുട്ടിന് താഴെയല്ല, കയ്യിലൊക്കെ അടിക്കുക. അത് ഞാൻ വായിച്ചതാണ്, പേപ്പറിൽ വായിച്ചതാണ്. അതായത് അതിൻ്റെ ആ സ്കെയിലുണ്ടല്ലോ, സ്കെയിൽ ഒടിഞ്ഞ് കണ്ണിൽ പോയി. ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ പോയി. ഒരു കണ്ണാണ് പോകുന്നത്. മാറ്റം എന്ന് പറയുന്നത് രക്ഷകർത്താവിനും അധ്യാപകർക്കും കുട്ടികൾക്കും വേണം. എല്ലാവർക്കും വേണം. എല്ലാവർക്കും ആ ഹെൽത്തി ആയിട്ടുള്ളൊരു മാറ്റം വരണം. ഈ പേരൻസിനും ഈ ശരിക്കും സ്കൂൾ ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ ഇത്രേ ആയുള്ളൂ. ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ ഈ പേരൻസിനും ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും എല്ലാവരും ഇരുത്തിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ വേണം. എന്തിനാണ് ഓറിയൻറ്റേഷൻ? ആ ഓറിയൻറ്റേഷനിലൂടെ ഇവരെ എല്ലാവരെയും നന്നായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഒരു ടീച്ചേഴ്സും പേരൻസുമായിട്ട് അത് വേണം. അതാ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു പേരന്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ പണ്ടുണ്ട്. അതിന്റെ മീറ്റിങ്ങിൽ അതിന്റെ തന്നെ കളർ മാറിപ്പോയി. പണ്ടത്തെ പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗിൽ PT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ടീച്ചേഴ്സ് വന്ന് കുട്ടികളുടെ കാര്യം, ഓരോ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ പേരൻസ് ശ്രദ്ധിക്കും. എന്നിട്ട് വേണ്ട എന്താ പറയുക, വേണ്ടത് ചെയ്യുക. ഇന്നും ഉണ്ട് പേരന്റ് ടീച്ചേഴ്സ് മീറ്റിംഗ്. പക്ഷേ അതിൻ്റെ കളർ മാറിപ്പോയി. അതിൻ്റെ ആ ടീച്ചേഴ്സ് പറയുമ്പോഴാണ് ഞാനത് മനസ്സിലാക്കുന്നത്. പേരൻസിനോടല്ല ഞാൻ സംസാരിച്ച്, ടീച്ചേഴ്സിനോട് സംസാരിക്കുമ്പോഴാണ് അവർ പറയുന്നത് ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് അവരെ തെറ്റ് കണ്ടാൽ പറയാൻ പാടില്ല. എന്തെങ്കിലും ഒരു വേണ്ടാത്തതൊന്ന് കുട്ടികൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞ് ഗുണദോഷിച്ചാൽ ഉടനെ ടീച്ചറിൻ്റെ പേരിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അവരാദ്യം ഇടുന്നത് ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ മറ്റോ പോസ്റ്റ് ചെയ്യും. പിന്നെ ആ ടീച്ചറിൻ്റെ ജീവിതം പോയി. അങ്ങനത്തെ എത്ര കേസ് നമ്മൾ കേട്ടു. അപ്പോൾ എന്ത് പറ്റും? അധ്യാപകരെന്ത് വിചാരിക്കും? അവരെന്തോ ആയിക്കോട്ടെ, ആ മക്കൾ എൻ്റെ അല്ലല്ലോ, അവരെങ്ങനെ ആയാലും എനിക്കെന്താ, അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത ചൂടാണോ എനിക്ക് എന്ന് പറയും. ഇതൊക്കെ വരുമ്പോഴാണ് ഇതൊക്കെ ആരെയാണ് ഫൈനലി എഫക്റ്റ് ചെയ്യുന്നത്? കുഞ്ഞുങ്ങളെ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ വലിയ ആധികാരികമായിട്ട് പറയാനുള്ള ആൾക്കാരല്ല, പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുപാടും കാണുന്ന സീനാണ് നമ്മൾ കാണുന്നത്. ഒരിക്കലും നമ്മൾ നന്മ വിചാരിക്കുന്ന ആൾക്കാരാണ്. നാളെ ഒരു ഭാവി നന്നായി വരണം. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത് ഭദ്രത അവരുടെ കുട്ടികളുടെ കയ്യിലാണ്. ഇത് വളർത്തിയെടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരിലും ഉണ്ട്. എന്തെങ്കിലും ഒന്ന് കണ്ട പോലീസ് കളിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നത്. പോലീസ് കളിക്കുകയല്ല. നാളെ നിങ്ങൾ നന്നാവണം എന്ന് വിചാരിച്ച് പറയണം. ആ പ്രായത്തിൽ അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവിടെയാണ് ഈ രണ്ട് കൂട്ടരുടെയും ഒന്നിച്ചുള്ള കൂട്ടായ്മ കൊണ്ട് മാത്രമേ നിൻ്റെ തെറ്റും കുറ്റവും മനസ്സിലാക്കി നീ ചെയ്യുന്നത് ഇന്ന മാതിരിയാണ്, ഇത് തുടർന്നു പോയാൽ. ഇപ്പോൾ ഒരു ഡ്രഗിന് അടിമയായ ഒരു കുട്ടിയുടെ ബിഹേവിയർ കണ്ട് വന്ന് പറയുമ്പോൾ സ്കൂളിൽ ഇതെങ്ങനെയാണ്, ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്? ഇപ്പോൾ സ്കൂളിൻ്റെ പുറത്തൊക്കെ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അതിന് വിജിലൻസ് ശരിക്കും പേരൻസ് ചെയ്യണം. എല്ലാ പേരൻസും ഒന്നും രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. എന്താ ഉള്ള പേരൻസ്, ആ അസോസിയേഷൻ ഉള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അങ്ങനെയുള്ള പേരൻസ് വന്ന് കാത്തു നിന്നിട്ട് ഇങ്ങനെയുള്ള വളരെ വിജിലൻ്റായിട്ട് നിന്ന് ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? അത് എൻ്റെ കുഞ്ഞിനെ മാത്രമല്ല എഫക്റ്റ് ചെയ്യുന്നത്. അതെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ വരെ ഇപ്പം ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾക്ക് പോലും അറിയില്ല എന്ന് പറയുന്നത് ഒരു വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ളൊരു നല്ലൊരു എന്താ പറയുക, ടീച്ചേഴ്സും പേരൻസും തമ്മിൽ വളരെ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അതിപ്പോൾ ഒന്ന് വിട്ട് നിൽക്കുകയാണ്, നല്ലോണം വിട്ട് നിൽക്കുകയാണ്. കാരണം കുട്ടികളെ തൊട്ടാൽ പേരൻസ് വന്ന് വഴക്ക് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുട്ടികൾക്ക് രക്ഷിതാക്കളോട് എന്തും വന്ന് തുറന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം രക്ഷിതാക്കൾ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരോട് ദേഷ്യപ്പെടാതെ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ളൊരു മനസ്സും അതിനൊരു സമയവും തീർച്ചയായിട്ടും പേരൻസ് കണ്ടെത്തി തീർച്ചയായിട്ടും അവർ തന്നെ ആലോചിക്കണം. അവരുടെ പേരൻസിൻ്റെ അടുത്ത് എങ്ങനെയായിരുന്നു അവർ തുറന്ന് പറഞ്ഞ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾ കണ്ടേ പഠിക്കുകയുള്ളൂ. പറഞ്ഞു കൊടുത്താലൊന്നും അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ പേരൻസ് ദേഷ്യത്തിൽ പെരുമാറി അവരൊരുമാതിരി അൺഹെൽത്തി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കിയാൽ കുട്ടികൾക്ക് പേടിയാവും. അവർക്ക് വന്ന് തുറന്ന് പറഞ്ഞ് അടി കിട്ടുമോ? അടിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞാലും പേരൻസ് കൈവയ്ക്കും. ടീച്ചേഴ്സിനേ ഉള്ളൂ അതിനുള്ള റെസ്ട്രിക്ഷൻ വരുന്നത്. ഇത് ഒരു ലെവൽ കഴിയുമ്പോഴേ പിന്നെ ഈ പറഞ്ഞ പോലെ അവർ വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ പുറത്തൊക്കെ എനിക്കറിയാവുന്ന എൻ്റെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട്, അവൻ്റെ മകൻ നന്നായിട്ട് വളർത്തുന്ന ഒരു മോനേ ഉള്ളൂ. ആ മകനെ ഒന്ന് വഴക്ക് പറഞ്ഞു, അതോ അടിച്ചോ നടന്ന കാര്യമാണ്. അവനെന്ത് ചെയ്തു? ഇമ്മീഡിയറ്റ്ലി 911 വിളിച്ചു. 911 ഇതിനുള്ളതാണ്. പോലീസ് വീട്ടിലെത്തിയിട്ട് ആദ്യം അവർ വിളിച്ചു ചോദിച്ചു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഒന്നും നടന്നില്ല, ഇവരൊന്നും ചെയ്തില്ല, ഒരു ചെറിയൊരു അടി കൊടുത്തതേ ഉള്ളൂ. കൊടുത്തപ്പോഴത്തേക്കും കുഞ്ഞ് ഉടനെ വിളിച്ചിരിക്കുകയാണ്. അപ്പം വിളിച്ച് വന്നിട്ട് അത് കഴിഞ്ഞിട്ടപ്പറ്റി അവർ പറഞ്ഞു ഇല്ല ഇങ്ങനെ ഇതാണ്.
അപ്പോൾ കുട്ടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്നെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും. അപ്പോൾ കുഞ്ഞും അച്ഛനും അമ്മയും തമ്മിലുള്ള ആ ഒരു ഇത് മാറിപ്പോവാണ്. അത് ഈ ഉണ്ടാക്കി വെച്ച നമ്പർ നല്ലതിന് ഉപയോഗിക്കണം, ചീത്ത ഏതിന് ഉപയോഗിക്കണം, ഏതിന് ഉപയോഗിക്കേണ്ട എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയുമ്പോൾ അവർ പറയും, ഓ നിന്നെ തൊട്ടോ, ഉടനെ നീ വിളിക്കും. പക്ഷെ അതിനും വളരെ കാലം മുമ്പ് ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു സംഭവം കേട്ടതാണ് അമേരിക്കയിൽ. ഇതൊക്കെയാണ് നമ്മൾ അറിയേണ്ട കാര്യം. അതായത് ഒരു അച്ഛൻ ഈ മകളെ ഡേറ്റിങ്ങിന് അവിടെ വിളിക്കുമല്ലോ, 13-14 വയസ്സാകുമ്പോൾ ഡേറ്റിങ്ങിന് വിളിക്കും. അങ്ങനെ വിളിച്ച് ഈ കുട്ടിയെ പോകാൻ സമ്മതിച്ചില്ല അച്ഛൻ. എന്നുവെച്ചാൽ അവർ വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള സാധാരണ ഒരു ഫാമിലിയാണ് ഇവിടുത്തെ ഇന്ത്യയിൽ, കേരളത്തിലുള്ള ഒരു ഫാമിലിയാണ്. അവരെന്ത് ചെയ്തു, ഇയാൾ ഈ റെസ്ട്രിക്റ്റ് ചെയ്ത് കുട്ടിയെ അടിച്ചോ എന്തോ ചെയ്തു കാണും. വിളിച്ച് പറഞ്ഞപ്പോൾ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് അയാൾ ജയിലിൽ കിടക്കേണ്ടി വന്നു. മനസ്സിലായില്ലേ? മകളെ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഇത് അച്ഛൻ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ രക്ഷിക്കുക എന്നുള്ളതാണ്. നേരെ അച്ഛനെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ ജയിലിലിട്ടു. എത്രയോ മാസങ്ങളാണെന്ന് തോന്നുന്നു, 1-2 മാസം പിടിച്ച് അയാളെ ഇട്ടു. അത് കഴിഞ്ഞ ശേഷം അയാൾ തിരിച്ചു വന്നു. പിന്നെ അയാളും ഈ കുട്ടിയായിട്ട് യാതൊരു കോൺവെർസേഷനും ഇല്ലാതായി. ഒന്നും മിണ്ടിയില്ല. എല്ലാവരും കൂടെ ഒരു 6-7 മാസം കഴിഞ്ഞ് അയാൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് തിരിച്ച് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ഉടനെ അയാൾ എന്താ ചെയ്തതെന്ന് അറിയാം? ആ കുട്ടിയുടെ പാസ്പോർട്ട്, വിസ, അത് ഇതെല്ലാം വലിച്ചു കീറി അടുപ്പിലിട്ടു. ഇനി നീ ഇവിടെ പഠിച്ചാൽ മതി, നീ ഇനി അമേരിക്കയിലോട്ട് വരണ്ട. ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ ഈ ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങളും പേരൻസും തമ്മിലുള്ള അറിവ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ള അടുപ്പം എത്രത്തോളം ഡീപ്പായിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് ആ പ്രശ്നങ്ങൾ പെട്ടുപോണത്. ഇപ്പം എല്ലാ പേരൻസിനും പറയാനുണ്ടാവും, അവർക്ക് തിരക്കാണ് എന്നുള്ളൊരു കാര്യമാണല്ലോ ഇപ്പം എല്ലാവരും. ജോലിയുടെ തിരക്ക് കാരണം കുട്ടികളെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ അതൊരു എക്സ്ക്യൂസ് ആണോ? അതൊരിക്കലും അങ്ങനെ. ഞാൻ പല പേരൻസിനെ ഒന്ന് ആലോചിച്ച് നോക്കും. അവർ വരും, അവർക്ക് ഓഫീസിൽ പണി ഓഫ് കോഴ്സ് അത് നോക്കണം, ഇതിലത്തെ ലാപ്ടോപ്പിൽ നോക്കണം, അല്ലെങ്കിൽ അവരുടെ മൊബൈലിൽ നോക്കണം, ശരിയാണ്. പക്ഷേ വീട്ടിൽ വന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? പിന്നെ അവർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവർ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി, ഫേസ്ബുക്കിൽ നോക്കി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുഞ്ഞ് പലതും പറയാൻ വരുമ്പോൾ കേൾക്കാനൊരു ചെവി വേണം, അത് കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. അത് പലപ്പോഴും അവിടെ ഒരു മിസ്റ്റേക്ക് വരും. അതില്ലാതെ നോക്കണം. ഇതൊക്കെ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് എത്രയോ അറിവ് ഇതിനകത്തുനിന്ന് കിട്ടിയാൽ പോലും പലരും അതിനെ അങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ കോൺഷ്യസ് ആയിട്ട് വളരെ ഇതായിട്ട് ചെയ്താൽ മാത്രമേ ഇങ്ങനെ ഒരു നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് പേരൻസും കുട്ടികളും തമ്മിലുണ്ടാവുള്ളൂ. പിന്നെ പല റൂൾസും കാരണം ഇപ്പോൾ ടീച്ചേഴ്സിനും ഇവർ അടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിനൊരു മാറ്റം വളരെ വളരെ പ്രോഗ്രസീവായിട്ടുള്ള, വളരെ എന്താ പറയുക, ഗ്രാജുവൽ ആണെങ്കിലും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല. ഒരു കാര്യം, ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു എൻവയറൺമെൻറ്റ് എങ്ങനെ എല്ലാവർക്കും കൊണ്ടുവരാം, കുട്ടികൾക്ക് പ്രത്യേകിച്ച് വളരാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും അതിന് മാറ്റം വന്നേ പറ്റൂ. ടീച്ചേഴ്സും മുൻകൈ എടുത്താലേ പറ്റുള്ളൂ. മാത്രമല്ല ഒഫീഷ്യൽസും അതുപോലെ. ഈ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാവരും വളരെ സയന്റിഫിക് ആയിട്ട് പഠിച്ചുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് മനസ്സിലാവും. ഇന്ന് ആരാണ് അവിടെ ഇരിക്കുന്നത്? നമ്മുടെ ഭരണകർത്താക്കളായിട്ട് ഇരിക്കുന്ന ആൾക്കാർക്ക് അതിനുള്ള ശ്രദ്ധയുണ്ടോ? അപ്പോൾ അവരെയും ശ്രദ്ധിക്കണം, അവരും ശ്രദ്ധിക്കണം. ഇവരെല്ലാവരും ഒരു കൂട്ടായ്മയായി മാത്രമേ നമ്മുടെ രാജ്യം നന്നാവുള്ളൂ, നമ്മുടെ കുട്ടികൾ നന്നാവുള്ളൂ. കുട്ടികളാണല്ലോ. അതെ, കുട്ടികളാണ് എല്ലാം. അപ്പോൾ അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ വന്നേ പറ്റൂ. എല്ലാ രീതിയിലും, എല്ലാ തലത്തിലും വരണം. അപ്പം കായികമായിട്ട്, മാനസികമായിട്ട്, എല്ലാ രീതിയിലും അവർ വളർച്ച വരണമെങ്കിൽ അതിന് അത്യാവശ്യം വേണ്ടത് ഗൈഡൻസാണ്. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എത്രമാത്രം പ്രയാസപ്പെട്ടൊരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഒരു കുഞ്ഞിനെ വളരെ നന്നാക്കി കൊണ്ടുവരണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ള നിലപാട് വരെ എത്തിക്കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് എങ്ങോട്ടേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. കുട്ടികളെ ഇപ്പൊ പലരും പറയുന്നുണ്ട് കുട്ടികൾ വേണ്ട. നല്ലൊരു ശതമാനം എനിക്കറിയാവുന്ന എൻ്റെ റിലേറ്റീവ്സിൽ തന്നെ എത്രയോ പേരുണ്ട് കുട്ടികൾ വേണ്ട, ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ വയ്യ. കാരണം നാളെ ഇനി ആ കുഞ്ഞിനെ വളർത്തി നന്നാക്കി കൊണ്ടുവന്നില്ലെങ്കിൽ അതിൻ്റെ ചുമതല 100% ഇവരെ പുറത്താണ്. 99% അല്ല, 100 അല്ലെങ്കിൽ 110% പേരൻസിൻ്റെ തലയിലിരിക്കും. വളർത്തി ചീത്തയാക്കി എന്നുള്ള പേര് എടുക്കണ്ടെന്ന് വിചാരിച്ച് വേണ്ട. അപ്പോൾ ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ് വരുന്നവർക്ക് അവർ കുട്ടിയെ വേണ്ട, വേറെ എന്തെങ്കിലും പെറ്റ്സിനെയൊക്കെ വളർത്തി അവരവരുടെ ജീവിതം കൊണ്ടു നടക്കും. പക്ഷേ ഇതൊക്കെ നഷ്ടപ്പെടുന്നത് നല്ലൊരു ഭാവിയാണ് നമ്മുടെ രാജ്യത്ത്. അതെ, തീർച്ചയായിട്ടും. ഒരുപാട് ഈ പറഞ്ഞ പോലുള്ള തീരുമാനങ്ങൾ എടുത്തു വരുമ്പോൾ ഇനി പോകെ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയും. അപ്പോൾ പിന്നെ ഉണ്ടാവുന്ന ഒരു രാജ്യം
വളരെ വയസ്സായവരുടെ രാജ്യമായി മാറും. രാജ്യമാണ്. അങ്ങനെ ഒന്നും മാറാതെ അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ. പക്ഷെ എല്ലാവരും നല്ല രീതിയിൽ ഈ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും നല്ല നല്ല രീതിയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. കാരണം ഇങ്ങനത്തെയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോംസിൽ നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാരിൽ നന്നായിട്ട് അത് ഉൾക്കൊണ്ടാൽ ഒരാളെങ്കിലും ഒരാളെങ്കിലും ഒരാൾ. അതെ, നമ്മളെ കൊണ്ടായത് അണ്ണാറക്കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പോകുന്നത്. കാരണം നമ്മളാരും ആധികാരികമായിട്ട് അറിയാവുന്ന ആൾക്കാരല്ല, നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ്. അതെ. അപ്പോൾ അത് നല്ല രീതിയിൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ? അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.